ആഫ്റ്റർനൂൺ നമുക്കിനി GLMൻ്റെ ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രെഡിക്ഷൻ ആൻഡ് എസ്റ്റിമേഷൻ വിത്ത് ദ GLM ആണ്. For any generalized linear model, the estimate of the mean response at some point of interest, say x naught, is y naught cap is equal to mu naught cap is equal to g inverse of x naught dash into beta cap. അപ്പം നമ്മൾ ഒറ്റ പോയിൻ്റ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിൻറ്റിലുള്ള നമ്മുടെ റെസ്പോൺസ് വേരിയബിളിൻ്റെ മീൻ എന്ന് പറയുന്നത് വൈ നോട്ട് ക്യാപ്പ് ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താ, മ്യൂ നോട്ട് ക്യാപ്പാണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു ജി ഇൻവേഴ്സ് ഓഫ് എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. മ്യൂ ക്യാപ്പ് എന്താണെന്ന് പറഞ്ഞത് ജി ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പാണ്. ഇവിടെ നമ്മളൊരു പർട്ടിക്കുലർ പോയിൻറ്റ് എക്സ് നോട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ എക്സ് ഡാഷ് എന്നുള്ള സ്ഥാനത്ത് എന്താകും, എക്സ് നോട്ട് ഡാഷ് ആയിരിക്കും വരുന്നത്. Where g is the link function and it is understood that x naught may be expanded to model form if necessary to accommodate terms such as interaction that may have been included in the linear predictor. ഇവിടെ നമ്മുടെ ജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലിങ്ക് ഫംഗ്ഷനാണ്. അതുമാത്രമല്ല നമുക്ക് എക്സ് നോട്ട് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇൻട്രാക്ഷൻ ടേംസ് കൂടെ ആഡ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ലീനിയർ കേസിലൊക്കെ ചെയ്യുന്ന പോലെ ഇൻട്രാക്ഷൻ ടേംസ് കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. An appropriate confidence interval on the mean response at this point can be computed as follows. Let sigma be the asymptotic variance covariance matrix of beta cap. Thus, sigma is equal to a of I into x dash v inverse into x the whole inverse. ഇവിടെ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇൻ്റർവൽ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു റെസ്പോൺസ് വേരിയബിളിൻ്റെ മീൻ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിഗ്മ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൺസിഡർ ചെയ്യുവാണ്. സിഗ്മ എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മുടെ ബീറ്റ ക്യാപ്പിൻ്റെ അസിംപ്റ്റോട്ടിക് വേരിയൻസ് കവേരിയൻസ് മെട്രിക്സ്. അപ്പോൾ സിഗ്മയുടെ ഇക്വേഷൻ എന്തായിരിക്കും, എ എഫ് ഐ ഇൻറ്റു എക്സ് ഡാഷ് വി ഇൻവേഴ്സ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് ആയിരിക്കും. കാരണം നമുക്കറിയാം വേരിയൻസ് ഓഫ് ബീറ്റ ക്യാപ്പിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ദ അസിംപ്റ്റോട്ടിക് വേരിയൻസ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് ലീനിയർ പ്രെഡിക്റ്റഡ് അറ്റ് എക്സ് നോട്ട് ഈസ് വേരിയൻസ് ഓഫ് ഈറ്റ നോട്ട് ക്യാപ്പ് ഈസ് ഇക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് ഈസ് ഇക്വൽ ടു എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു സിഗ്മ എക്സ് നോട്ട്. അപ്പം ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് വേരിയൻസ് നമ്മളൊരു പോയിൻറ്റ് എക്സ് നോട്ടിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് വേരിയൻസ് ഓഫ് ഈറ്റ നോട്ട് ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു ഒറ്റ പോയിൻറ്റിലുള്ള വേരിയൻസ് ആയിരിക്കും വരുന്നത്. സോ നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എക്സ് നോട്ട് ഡാഷ് വെളിയിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് വേരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്ക്വയർ ടേം ആണ് വരുന്നത്. സോ എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു എക്സ് നോട്ട് എന്ന് പറഞ്ഞു വരും. പിന്നെ വേരിയൻസ് ഓഫ് ബീറ്റ ക്യാപ്പ് എന്തായിരിക്കും, സിഗ്മ ആയിരിക്കും. സോ എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു സിഗ്മ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ദസ് ആൻ എസ്റ്റിമേറ്റ് of this variance is x naught dash sigma cap x naught, where sigma cap is the estimated variance covariance matrix of beta cap. നമ്മൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് സിഗ്മയുടെ സ്ഥാനത്ത് എന്തായിരിക്കും, സിഗ്മ ക്യാപ്പ് ആയിരിക്കും. ഇവിടെ സിഗ്മ ക്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബീറ്റ ക്യാപ്പിൻ്റെ എസ്റ്റിമേറ്റഡ് വേരിയൻസ് കവേരിയൻസ് മെട്രിക്സ് ആണ്. The 100 1 minus alpha percentage confidence interval on the true mean response at the point x naught is L less than or equal to mu of x naught less than or equal to u. അപ്പം ഇവിടെ നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്, അതായത് ഒരു മ്യൂ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് വരാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് എൽ ലെസ് ആൻ ഈക്വൽ ടു മ്യൂ ഓഫ് എക്സ് നോട്ട് ലെസ് ആൻ ഈക്വൽ ടു യു ആണ്. ഇവിടെ എൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പ് മൈനസ് ഇസഡ് ആൽഫ ബൈ ടു എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു സിഗ്മ ക്യാപ്പിൻ്റെ എക്സ് നോട്ട് ആണ്. അതുപോലെ തന്നെ യു എന്ന് പറയുന്നത് ജി ഇൻവേഴ്സ് ഓഫ് എക്സ് നോട്ട് ഡാഷ് ബീറ്റ ക്യാപ്പ് പ്ലസ് ഇസഡ് ആൽഫ ബൈ ടു എക്സ് നോട്ട് ഡാഷ് ഇൻറ്റു സിഗ്മ ക്യാപ്പ് എക്സ് നോട്ട് ആണ്. അപ്പം ഈ ഒരു എല്ലിനും ജിക്കും ഇടയ്ക്ക് നമ്മുടെ മ്യൂ ഓഫ് എക്സ് നോട്ട് വരണം എന്നുള്ളതാണ് അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ് ടു കമ്പ്യൂട്ട് ദ കോൺഫിഡൻസ് ഇൻ്റർവൽ ഓൺ ദ മെയിൻ റെസ്പോൺസ് reported in SAS-prop gen mode. This method for finding the confidence interval usually work well in practice because beta cap is a maximum likelihood estimate and therefore any function of beta cap is also maximum likelihood estimate. ബീറ്റ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബീറ്റ ക്യാപ്പിലുള്ള ഏതൊരു ഫംഗ്ഷനും അതിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ദ എബോവ് പ്രൊസീജിയർ സിംപ്ലി കൺസ്ട്രക്ട് എ കോൺഫിഡൻസ് ഇൻ്റർവൽ ഇൻ ദ സ്പേസ് ഡിഫൈൻഡ് ബൈ ദ ലീനിയർ പ്രെഡിക്റ്റർ ആൻഡ് then transforms that interval back to the original metric. അപ്പം ഇതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കോൺഫിഡൻസ് ഇൻ്റർവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളൊരു പുതിയൊരു പോയിൻ്റ് ഒരു മോഡലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പോയിൻ്റ് ആ ഒരു മോഡലിലെ ഏത് ഇൻ്റർവെലിൻ്റെ ഇടയ്ക്കായിരിക്കും വരുന്നത് എന്നുള്ളത് നമുക്ക് 100 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് പറയാൻ പറ്റുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോൺഫിഡൻസ് ഇൻ്റർവൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ GLMൻ്റെ കേസിലുള്ള റെസിജ്വൽ അനാലിസിസ് നോക്കുവാണ്. Just as in model fitting procedure, analysis of residual is important in fitting the GLM.
Residuals can provide guidance concerning the overall adequacy of the model, assist in verifying assumptions, and give an indication concerning the appropriateness of the selected link function. ഈ ഒരു റെസിജ്വൽസ് കൊണ്ട് നമുക്ക് മോഡലിൻ്റെ അഡിക്വൻസി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള അസംഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലിങ്ക് ഫംഗ്ഷൻ ഈ ഒരു മോഡലിന് അപ്രോപ്രിയേറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഈ റെസിജ്വൽസ് യൂസ് ചെയ്യാം. The ordinary or raw residuals from the GLM are just the difference between the observations and the fitted value. നമുക്കറിയാം സാധാരണ നമ്മൾ റെസിജ്വൽസിൻ്റെ ഇക്വേഷൻ എങ്ങനെ എടുക്കുന്നത്, ഒബ്സർവ്ഡ് മൈനസ് ഫിറ്റഡ് വാല്യൂ ആണ്, അതായത് YA മൈനസ് YA ക്യാപ്പ് ആണ്. ഇവിടെ റെസിജ്വൽ GLMൻ്റെ കേസിൽ YA ക്യാപ്പ് എന്താ വരുന്നത്, നമ്മുടെ MUI ക്യാപ്പാണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇറ്റ് ഈസ് ജനറലി റെക്കമെൻഡഡ് ദാറ്റ് റെസിജ്വൽ അനാലിസിസ് ഇൻ ദ GLM ബി പെർഫോംഡ് യൂസിങ് ഡീവിയൻസ് റെസിജ്വൽസ്. നമ്മൾ GLMൻ്റെ കേസിൽ ഈ റെസിജ്വൽ അനാലിസിസ് ഡീവിയൻസ് റെസിജ്വൽ മെത്തേഡ് വഴിയാണ് നോക്കുന്നത്. ദ ith ഡീവിയൻസ് റെസിജ്വൽ ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ക്വയർ റൂട്ട് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ ith ഒബ്സർവേഷൻ ടു ദ ഡീവിയൻസ് മൾട്ടിപ്ലൈഡ് ബൈ ദ സൈൻ ഓഫ് ദ റോ റെസിജ്വൽ. ഇവിടെ ith ഡീവിയൻസ് റെസിജ്വൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ith ഒബ്സർവേഷൻസിൻ്റെ ഡീവിയൻസിൻ്റെ സ്ക്വയർ റൂട്ടിനെ റോ റെസിജ്വലിൻ്റെ സൈനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. RDI ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് DI ഇൻറ്റു സൈൻ ഓഫ് YA മൈനസ് YA ക്യാപ്പ്. YA മൈനസ് YA ക്യാപ്പാണ് നമ്മുടെ റോ റെസിജ്വൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സൈൻ ഏതാണോ അതിനെ നമ്മൾ റൂട്ട് ഓഫ് DI, അതായത് ആ ഒരു കറസ്പോണ്ടിങ് ith ഒബ്സർവേഷൻസിൻ്റെ ഡീവിയൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വേർ DI is the contribution of the ith observation to the deviance. For the case of logistic regression, a GLM with binomial errors and logit link, we can show that DI is equal to YA into log of YA divided by NI into pi I cap plus NI minus YA into 1 minus YA divided by NI the whole divided by 1 minus pi I cap, where I is equal to 1, 2, 3 etc. N and pi I cap is equal to 1 by 1 plus e raised to minus xa dash into beta. നമ്മൾ GLMൻ്റെ കേസിൽ കണ്ട ഒരു മോഡലാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലിൻ്റെ പ്രത്യേകത എന്താ, ഇവിടെ എറർ എന്ന് പറയുന്നത് ബൈനോമിയൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ലോജിറ്റ് ആയിരുന്നു. നമ്മളത് രണ്ടും നേരത്തെയുള്ള ക്ലാസ്സിൽ കണ്ടതാണ്. ഈ ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ്റെ കേസിലുള്ള ith ഒബ്സർവേഷൻസിൻ്റെ ഡീവിയൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഇവിടെ പൈ ഐ ക്യാപ്പിൻ്റെ ഇക്വേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ട് ദാറ്റ് ആസ് ഓഫ് the fit of the model to the data become better, we would find that pi I cap is equal to YA divided by NI and the deviance residual will become smaller, close to 0. നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള മോഡൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള കേസിൽ, അതായത് നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്നൊരു കേസിൽ ഈ പൈ ഐ ക്യാപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താകും, YA ഡിവൈഡ് ബൈ NI എന്നുള്ള രീതിയിലേക്കാകും. അതുമാത്രമല്ല ഈ ഒരു റെസിജ്വലിൻ്റെ ഡീവിയൻസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആകും, ക്ലോസ് ടു ഏകദേശം 0യിലേക്ക് വരെ വരും. അങ്ങനെ ക്ലോസ് ടു 0യിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു മോഡൽ കൂടുതലും ബെറ്റർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി പോയിസൺ റിഗ്രഷൻ്റെ കേസിൽ നോക്കാം. പോയിസൺ റിഗ്രഷൻ്റെ കേസിൽ ലിങ്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു, ലോഗ് ലിങ്ക് ആയിരുന്നു. അവിടുത്തെ DI എന്ന് പറയുന്നത് YA ഇൻറ്റു ലോഗ് ഓഫ് YA ഡിവൈഡ് ബൈ e റേസ് ടു xa ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ് മൈനസ് YA മൈനസ് e റേസ് ടു xa ഡാഷ് ബീറ്റ ക്യാപ്പാണ്. ഇവിടെ I ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എന്നുമാണ്. Once again notice that as the observed value of the response YA and the predicted value YA cap is equal to e raised to xa dash into beta cap becomes closer to each other, the deviance residual approach 0. ഇപ്പോൾ എപ്പോഴാണ് നമ്മുടെ ഡീവിയൻസ് റെസിജ്വൽ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ ആയ YAയും അതുപോലെ തന്നെ പ്രഡിക്റ്റഡ് വാല്യൂ ആയ YA ക്യാപ്പിൻ്റെ ഇക്വേഷൻ എന്താ, e റേസ് ടു xa ഡാഷ് ഇൻറ്റു ബീറ്റ ക്യാപ്പാണ്. ഇവർ രണ്ടുപേരും ഏകദേശം ഇവരുടെ രണ്ടുപേരുടെയും വാല്യൂ ഈക്വൽ ആയിട്ട് വരുന്ന സമയത്താണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ ഒരു ഡീവിയൻസ് റെസിജ്വൽ അപ്രോച്ചസ് 0 എന്ന്. അതായത് എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താ, ഫിറ്റഡ് വാല്യൂയും അതുപോലെ തന്നെ ഒബ്സർവ്ഡ് വാല്യൂയും ഏകദേശം സെയിം ആയിട്ട് തന്നെ വരണം. അങ്ങനെയുള്ളൊരു മോഡലാണ് നമുക്ക് ബെസ്റ്റ് മോഡൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. Generally, deviance residual behave much like ordinary residuals do in a standard normal theory linear regression model. Thus, plotting the deviance residual on a normal probability scale versus fitted value are logical diagnostics. ഈ ഒരു ഡീവിയൻസ് റെസിജ്വൽ നമ്മൾ സാധാരണ ഈ ഒരു ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ കേസിലുള്ള ഓർഡിനറി റെസിജ്വൽസിനെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു പ്ലോട്ടായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ എങ്ങനെ ഇതിനെ പ്ലോട്ട് ചെയ്ത് കൺക്ലൂഷൻസ് കണ്ടുപിടിക്കുന്നത്, റെസിജ്വലിനെ ഫിറ്റഡ് വാല്യൂ ആയിട്ട് പ്ലോട്ട് ചെയ്യും. അങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഗ്രാഫിൻ്റെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് നോക്കുന്നത്. വെൻ പ്ലോട്ടിംഗ്
deviance residual versus fitted value, it is customary to transform the fitted values to a constant information scale. നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡീവിയൻസ് റെസിഡ്യൂവലിനെ നമ്മൾ ഫിറ്റഡ് വാല്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ ഈ ഫിറ്റഡ് വാല്യൂവിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് വേണം നമ്മൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എ നോർമൽ റെസ്പോൺസ് യൂസ് വൈ ഐ ക്യാപ്പ്, അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നോർമൽ ആയിരിക്കുന്ന കേസിൽ വൈ ഐ ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബൈനോമിയൽ ആയിട്ടുള്ള കേസിൽ 2 സൈൻ ഇൻവേഴ്സ് ഇൻറ്റു റൂട്ട് ഓഫ് വൈ ഐ ക്യാപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ പോയിസൺ റെസ്പോൺസസ് ആണെങ്കിൽ 2 റേസ് ടു റൂട്ട് ഓഫ് വൈ ഐ ക്യാപ്പും, ഗാമ റെസ്പോൺസ് ആണെങ്കിൽ 2 ഇൻറ്റു ലോഗ് ഓഫ് വൈ ഐ ക്യാപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഓവർ ഡിസ്പേർഷൻ ആണ്. ഓവർ ഡിസ്പേർഷൻ ഈസ് എ ഫിനോമിനൻ ദാറ്റ് സംടൈംസ് ഒക്യൂർ വെൻ വി ആർ മോഡലിംഗ് റെസ്പോൺസ് ഡേറ്റ വിത്ത് ഐദർ എ ബൈനോമിയൽ ഓർ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഓവർ ഡിസ്പേർഷൻ ചിലപ്പം മോഡൽ ഫിറ്റ് ചെയ്യുന്നിടത്ത് ഉണ്ടാവാറുണ്ട്. ഇത് മെയിനായിട്ട് ഒക്യൂർ ചെയ്യുന്നത് നമ്മുടെ റെസ്പോൺസ് ഡേറ്റ, അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒന്നെങ്കിൽ ബൈനോമിയൽ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന കേസിലാണ്. ബേസിക്കലി ഇറ്റ് മീൻസ് ആൻഡ് ദ വേരിയൻസ് ഓഫ് ദ റെസ്പോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ വൺ വുഡ് ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് for the choice of response distribution. An over dispersion condition is often diagnosed by evaluating the value of model deviance divided by degrees of freedom. ഈ ഒരു ഓവർ ഡിസ്പേർഷൻ എങ്ങനെയാണ് ഒക്യൂർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷനെക്കാട്ടിലും അതിൻ്റെ വേരിയൻസ് വളരെ കൂടുതലായിട്ടുള്ള കേസിലാണ് ഓവർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓവർ ഡിസ്പേർഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മോഡൽ ഡീവിയൻസിൻ്റെ വാല്യൂവിനെ നമ്മൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ഓവർ ഡിസ്പേർഷനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫ് ദിസ് വാല്യൂ ഗ്രേറ്റ്ലി എക്സീഡ്സ് യൂണിറ്റി, ദെൻ ഓവർ ഡിസ്പേർഷൻ ഈസ് എ പോസിബിൾ സോഴ്സ് ഓഫ് കൺസേൺ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഓവർ ഡിസ്പേർഷൻ വാല്യൂ നോക്കുമ്പോൾ അത് 1നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും അത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. The most direct way to model this situation is to allow the variance function of the binomial or Poisson distribution to have a multiplicative dispersion factor phi, so that variance of phi is equal to phi into mu into 1 minus mu for binomial distribution, and variance of phi is equal to phi into mu for Poisson distribution. അപ്പോൾ ഇങ്ങനെ ഓവർ ഡിസ്പേർഷൻ ഉള്ള കേസിൽ, ബൈനോമിയൽ ആയാലും പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഡിസ്പേർഷൻ ഫാക്ടർ ഫൈ ഇൻക്ലൂഡ് ചെയ്യും അതിൻ്റെ വേരിയൻസിലേക്ക്. അപ്പം നമ്മുടെ ബൈനോമിയലിൻ്റെ കേസിൽ അപ്പോൾ എന്താവും, വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് ഫൈ ഇൻറ്റു മ്യൂ ഇൻറ്റു 1 മൈനസ് മ്യൂ എന്നുള്ള രീതിയിലും, അതുപോലെ വേരിയൻസ് ഓഫ് ഫൈ ഇൻറ്റു മ്യൂ എന്ന് പറഞ്ഞാണ് നമ്മൾ പോയിസോൻ്റെ കേസിൽ എടുക്കുന്നത്. അപ്പം ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഡിസ്പേർഷൻ ഫാക്ടർ നമ്മൾ വേരിയൻസിൻ്റെ കേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഓവർ ഡിസ്പേർഷനുള്ള കേസിൽ നമ്മൾ മോഡൽ ചെയ്യാറുള്ളത്. The models are fit in usual manner and the values of the model parameters are not affected by the value of phi. ഇവിടെ നമ്മൾ സാധാരണ പോലെ മോഡൽ ഫിറ്റ് ചെയ്യും. ഈ ഒരു ഫൈ എന്നുള്ളൊരു വാല്യൂ ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു മോഡൽ പാരാമീറ്റേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യത്തില്ല. ദ പാരാമീറ്റർ ഫൈ ക്യാൻ ബി സ്പെസിഫൈഡ് ഡയറക്ട്ലി ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് നോൺ, ഓർ ഇറ്റ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് പെർഹാപ്സ് ബൈ റിപ്ലിക്കേഷൻ ഓഫ് സം ഡേറ്റ പോയിൻറ്റ്സ്. ഒന്നെങ്കിൽ നമുക്ക് ഫൈ എന്നുള്ള വാല്യൂ അറിയാമെങ്കിൽ അത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചില ഡേറ്റ പോയിൻറ്റ്സ് നമ്മൾ ഒന്നിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ഫൈ എന്നുള്ളതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓൾട്ടർനേറ്റ്ലി ഇറ്റ് ക്യാൻ ബി ഡയറക്ട്ലി എസ്റ്റിമേറ്റഡ്. എ ലോജിക്കൽ എസ്റ്റിമേറ്റ് ഓഫ് ഫൈ ഈസ് ദ ഡീവിയൻസ് ഡിവൈഡ് ബൈ ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അല്ലെങ്കിൽ നമുക്കിത് ഡയറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം. അതിനൊരു എസ്റ്റിമേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ ഡീവിയൻസിനെ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫൈ എന്നുള്ളതിൻ്റെ വാല്യൂ കിട്ടും. The covariance matrix of model coefficients is multiplied by phi, and scaled deviance and log likelihood used in hypothesis testing are divided by phi. പിന്നെ നമ്മൾ ഇതിൻ്റെ കോവേരിയൻസ് മെട്രിക്, മോഡൽ കോയിഫിഷ്യൻസ് ഉണ്ടല്ലോ, അതിൻ്റെ കോവേരിയൻസ് മെട്രിക്സിനെ ഈ ഫൈ എന്ന് പറയുന്നൊരു ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത സ്കെയിൽഡ് ഡീവിയൻസും അതുപോലെ തന്നെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷനൊക്കെ ഈ ഒരു ഫൈ എന്ന് പറയുന്ന ടേം വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. The function obtained by dividing a log likelihood by phi for the binomial or Poisson error distribution case is no longer a proper log likelihood function. It is an example of quasi likelihood function. അപ്പോൾ നമ്മൾ ബൈനോമിയൽ അല്ലെങ്കിൽ പോയിസോൺ എറർ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇങ്ങനെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷനെ ഫൈ എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആയിരിക്കത്തില്ല. അങ്ങനെ കിട്ടുന്ന ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ ക്വാസി ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഒരു എക്സാമ്പിളായിട്ടാണ് എടുക്കുന്നത്. Fortunately, most of the asymptotic theory for log likelihood applies to quasi likelihood, so we can justify computing approximate standard errors and deviance statistics
just as we have done previously. നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കൽ ലൈക്ലിഹുഡിൻ്റെ കുറേ അസിംപ്റ്റോട്ടിക് തിയറി ഈ ഒരു ക്വാസി ലൈക്ലിഹുഡിനും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് എറർ അല്ലെങ്കിൽ ഡീവിയൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്രോക്സിമേറ്റഡ് വാല്യൂസ് ഒക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ജനറലൈസ്ഡ് ലീനിയർ മോഡലിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്